സന്നിധിയിൽ മോചനവും സൗഖ്യവും ഉടയോൻ തൻ തിരുബലിയാലേ നൽവഴിയും നൽകി നൽദിനവും നൽകുക നാഥാ. തൻ മക്കൾക്കായി ദൈവസുതൻ ശോഭോ നൽകി കൃപയാൽ വിടുവിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായ്ക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വളരെ അനുഗ്രഹീതമായ ഒരു ദിവസക്കാലം കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ. പ്രിയപ്പെട്ടവരെ, അതിപരിശുദ്ധമായ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന ഈ നാഴികയിൽ നാം വളരെ വിനയത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം തമ്പുരാൻ തൻ്റെ തൃക്കരങ്ങൾ നമ്മളുടെ മേൽ നീട്ടുന്നൊരു ദിവസം കൂടിയാണ് ഈ സമയം. ദിവസം ദൈവത്തെ നമുക്ക് ധ്യാനിക്കാം. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വരുമ്പോൾ അവന് സംഭവിക്കുന്ന മാറ്റം എന്താണ്? പ്രിയപ്പെട്ടവരെ, ആകാത്തതെല്ലാം അവനിൽ നിന്ന് വിട്ടുമാറുകയും ദൈവം ആഗ്രഹിക്കുന്ന ദിശയിലേക്ക്, വഴിയിലേക്ക്, ഉദ്ദേശത്തിലേക്ക് അവൻ തിരികുകയും ചെയ്യുന്നു. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ആരാണ്? പ്രിയപ്പെട്ടവരെ, ആരാണ് നിയന്ത്രിക്കേണ്ടത്? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമ്പോൾ നാം എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണത്തിലൊന്നുമല്ല. അതിനൊരു ക്രമീകരണമുണ്ട്. അതിൻ്റെ താളം തെറ്റുമ്പോൾ അതിൽ പ്രയാസങ്ങൾ വരുന്നു, സ്വാഭാവികം. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളും ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ നമ്മെ സൃഷ്ടിച്ചവനാണ്, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ തമ്പുരാന്റെ സന്നിധിയിലിരുന്ന് ആരാധിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ നിയന്ത്രണങ്ങൾ ശരിയായ രീതിയിലെത്തുന്നു. എന്നാൽ നമ്മൾ ദൈവത്തെ മറന്ന് ദൈവത്തെ ആരാധിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വേറെ ആരൊക്കെയോ നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങുകയാണ്. ആർക്കും നമ്മുടെ ശരീര അവയവങ്ങളെയോ ഉള്ളശങ്ങളെയോ നിയന്ത്രിക്കാൻ സാധ്യമാകുന്നില്ല. പക്ഷേ ചില ഇൻസ്ട്രക്ഷൻസ്, പുറമേ നിന്ന് വരുന്ന മോഹിപ്പിക്കുന്നതും അതുപോലെയുള്ളതായ ചിന്തകളും കാര്യങ്ങളുമൊക്കെ നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങും. ആ നിയന്ത്രണങ്ങൾ നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ദുഷ്ടശക്തികളുടെ നിയന്ത്രണവും അഗാധ കാര്യങ്ങളുടെ ഇടപെടലുകളും വേണ്ടാത്ത കാര്യങ്ങളുടെ സാമീപ്യവുമെല്ലാം നമ്മിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ: നമ്മെ സൃഷ്ടിച്ചവന്റെ അരികിലേക്ക് മടങ്ങി വരിക. ഇതിൻ്റെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞതാണ്, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഒരൊറ്റ നാമം മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ, ക്രിസ്തുവിൽ വളരുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ദിവസവും പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ദൈവം നമ്മെ ഒരുപാട് അനുഗ്രഹിച്ച് തലയാകുന്ന ക്രിസ്തുവിലോളം വളരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തന്റെ പരിശുദ്ധനായ മാർ ബാസുലിയോസ് എൽദോ ബാവായുടെ ഓർമ്മപ്പെരുന്നാളിന്റെ ദിവസങ്ങളിൽ
കർത്താവിന്റെ തികഞ്ഞ സാമീപ്യവും സാന്നിധ്യവുമായിരുന്ന വിശുദ്ധ ജീവിതങ്ങളെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലുമൊക്കെ ആ സ്വർഗീയ കൂട്ടായ്മ ഒരുപാട് ആശ്വാസം പകരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടെ ഇന്നത്തെ ഈ പ്രാർത്ഥനയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പതിപോലെ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗും ആരംഭിക്കാം. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ എനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും നിന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. നിന്റെ ദാസനായ പാപികളോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്മോർ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മർത്തമറിയമേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെ നീ കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പാപം ക്ഷമിച്ച് കർത്താവ് ഞങ്ങളോട് കരുണ കാണിച്ച് വിശുദ്ധീകരിക്കുമാറാകണമേ. ദൈവവഴിയിലൂടെ നടക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളെ ദൈവശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായിരിക്കുന്ന ആനന്ദം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ. ശാശ്വതമായ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. വീണുപോകാതെ, താളടിയാകാതെ, തോറ്റുപോകാതെ അത്യുന്നതനായ ദൈവം ഞങ്ങളെ വഴി നടത്തണമേ. സ്വർഗീയമായിരിക്കുന്ന സ്നേഹം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. അശുദ്ധിയിൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ. പരിശുദ്ധ ദൈവമേ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ സമയത്ത് ഞങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തെ അങ്ങ് അയച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ. വേണ്ടതുപോലെ തീരുമാനങ്ങൾ എടുപ്പാനും നടപ്പാനും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, ഏറ്റവും കുറവുള്ള
അടിയനെ ഈ ശുശ്രൂഷയ്ക്കായി അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. എന്നാലാകാത്തൊരു വാക്ക് പോലും പറയാതെ അങ്ങയുടെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ദൈവമേ, ദൈവത്തിന്റെ വചനം പറയുവാൻ കർത്താവിനെ ശുദ്ധീകരിക്കണമേ. എന്റെ പാപങ്ങൾ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിലകൊള്ളാൻ അനുവദിക്കാതെ എല്ലാ തലങ്ങളിലും മേഖലകളിലും ദൈവമേ നീ ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. സ്വർഗീയ സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ഇന്ന് ഈ സമയത്ത് ഞങ്ങളെ ബ്ലസ് ചെയ്യണമേ. ഏത് സമയത്താണോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് തന്നെ അങ്ങയുടെ സാന്നിധ്യം കേൾക്കുന്നവരുടെ മേൽ ഇറങ്ങുവാൻ വേണ്ടി അടിയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിനെ ആമേൻ. പിതാവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന വേദഭാഗം സ്ലീബാ പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ ശനിയാഴ്ചയുടെ വായനാഭാഗമാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് വായനാഭാഗമായി ക്രമീകൃതമായിരിക്കുന്നത്. ദൈവമക്കളെ, ദൈവം നമ്മെ വന്ന് സ്പർശിക്കുന്ന ഒരു സമയമായിട്ട് ധ്യാനിച്ചുകൊണ്ട് ഏവരും ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യം അവിടെ ദൈവം തൊടുന്നത് കാണാനായിട്ട് കഴിയും. ഒരു ചിന്ത പങ്കുവച്ചിട്ട് വേദഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം വീടുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രൊഫഷനുകൾ ചെയ്യുന്നത് പോലെ ചെയ്യാറുണ്ട്. പക്ഷെ നോക്കിക്കേ, നാം എങ്ങനെയൊക്കെ ചെയ്താലും അതിൻ്റെ ആ ജോലി നന്നായി അറിയാവുന്ന ഒരു വ്യക്തി, പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തി വന്ന് ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളും അതിൻ്റെ ഭംഗിയും അതിൻ്റെ അടുക്കുചിട്ടയും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് കഴിയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറഞ്ഞ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാം നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങള് സ്വയമായി പരിഹരിക്കാനും നമ്മളുടെ ജീവിതത്തിന്റെ മേഖലകളെ സ്വയമായി നിർമ്മിക്കാനൊക്കെ തുടങ്ങുമ്പോൾ അതിന് ഒരുപാട് കുറവുകൾ ഉള്ളതായി നമുക്ക് വെളിപ്പെട്ട് കിട്ടും. എന്നാൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് വിഭിന്നമായൊരു കാര്യമാണ്. എന്താണത്? അത്യുന്നതനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തെ പണിയുവാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ നിർമ്മിക്കുന്നത് പോലെയല്ല, മനുഷ്യർ ചിന്തിക്കുന്നതോ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കുന്നത് പോലെയല്ല. സ്വർഗസ്ഥനായ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മെ തടഞ്ഞു നിർത്താനായിട്ട്, നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം നിർത്താനായിട്ട് ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ഓരോ സമയങ്ങളിലും നാം ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ ഉള്ളങ്ങളിൽ ഈ ആശയം അല്ലാതെ വരണം. എന്നെ നിർമ്മിക്കുന്നവൻ, എന്നെ നിയന്ത്രിക്കുന്നവൻ, എന്നെ അനുഗ്രഹിക്കുന്നവൻ അത്യുന്നതനായ ദൈവം, അവന്റെ തിരുസന്നിധിയിലാണ് ഞാൻ വന്നു ചേർന്നിരിക്കുന്നത്. അവൻ എന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ സാധ്യമാകട്ടെ. നല്ലൊരു ജീവിതമായി ഞാനും നിങ്ങളും മാറ്റപ്പെടട്ടെ. തലമുറയ്ക്ക് അനുഗ്രഹമാകട്ടെ. വായിക്കാം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. എന്തെന്നാൽ വ്യാജ മെശിഹാമാരും വ്യാജ പ്രവാചകന്മാരും എഴുന്നേൽക്കും. അവർ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. കഴിയുമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെയും അവർ വഴിതെറ്റിക്കും. എന്നാൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഇതാ, സർവകാര്യവും നിങ്ങളോട് ഞാൻ മുൻകൂട്ടി തന്നെ പറഞ്ഞിരിക്കുന്നു. ആ നാളുകളിൽ ആ ഞെരുക്കത്തിന് ശേഷം സൂര്യൻ അന്ധകാരപ്പെടും, ചന്ദ്രൻ അതിന്റെ ശോഭ നൽകുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് താഴെ വീഴും, ആകാശശക്തികൾക്ക് ഇളക്കം തട്ടുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹിമയോടും കൂടെ ആകാശമേഘങ്ങളിൽ വരുന്നതായി അവർ കാണും.
താൻ തന്റെ മാലാഖമാരെ അയച്ച് ഭൂമിയുടെ സീമ മുതൽ ആകാശത്തിന്റെ അറ്റം വരെയുള്ള തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ 4 കാറ്റുകളിൽ നിന്നുമായി ശേഖരിക്കും. ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി, കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ വരച്ചു കാണിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് തമ്പുരാൻ ഇത് മനുഷ്യനോട് പറഞ്ഞത്? മനുഷ്യർ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. ഇനി തെറ്റിപ്പോകുന്നതിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് തെറ്റിക്കുവാനായി ഒരു സൈന്യം നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളതും നമുക്ക് അവിടെ നിന്ന് ദർശിക്കാൻ കഴിയുന്നുണ്ട്. ആ സൈന്യത്തെ നിയന്ത്രിക്കുന്ന ഒരു ദുഷ്ട നേതാവുണ്ട്. അവനെ സാധാരണ എന്ന് നമ്മൾ പേർ ചൊല്ലി വിളിക്കാറുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ആത്മീയ മേഖലയെ തെറ്റിക്കും, വ്യക്തികളെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാരെന്നാണ് അവരെ വിളിക്കുന്നത്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ നമ്മൾ പോകുമ്പോൾ 2 വട്ടമല്ല, ഒരുപാട് പ്രാവശ്യം നാം ശോധന ചെയ്യണം. ഞാൻ എളുപ്പവഴിയിൽ ഒരു വാക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മറ്റൊന്നുമല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ആ മനുഷ്യനും ദൈവവചനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവവചനം പ്രഘോഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ദൈവവചനമായിട്ട് ബന്ധം എങ്ങനെയാണ്? ദൈവവചനം പ്രസംഗിക്കണമെന്നില്ല, ദൈവവചനം പറയുന്ന വ്യക്തിയാണോ? ദൈവവചനം പറയുവാൻ പലർക്കും കഴിയും, എന്നാൽ അടുത്തൊരു ശോധന ചെയ്യേണ്ട ഒരു മേഖലയുണ്ട്. ഈ പറയുന്ന വചനത്തിനൊത്തതായ ജീവിതം അദ്ദേഹത്തിനുണ്ടോ, അല്ലെങ്കിൽ ദൈവിക വചനത്തിന്റെ സങ്കല്പത്തിന് വിരുദ്ധമായ, ആശയങ്ങൾക്ക് വിരുദ്ധമായ ജീവിത ശൈലിയാണോ ഒരു വ്യക്തി നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ദൈവമക്കൾ പോകരുത്, തെറ്റിപ്പോകും, മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിയപ്പെടും, ആഘാത ചിന്തകൾക്ക് അടിമപ്പെട്ടു പോകും. എന്നാൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതാണ്: തെറ്റിപ്പോകാതെ, ആഘാത ചിന്തകളിലേക്ക് ഇറങ്ങാതെ, കള്ളപ്രവാചകൻ അടിമപ്പെട്ടു പോകാതെ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ധനമാണോ? ധനമാകണമെന്നില്ല. ആരോഗ്യമാണോ? ആകണമെന്നില്ല. ഭൗതികമായ ഏതെങ്കിലും നേട്ടങ്ങളാണോ? അതും ആകണമെന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്: കഷ്ടപ്പാടും ദുരിതവും വേദനയും സങ്കടമൊക്കെ ജീവിതത്തിലുള്ളപ്പോഴും അത് നമ്മെ തൊടാതെ വലിയൊരു സമാധാനം നമ്മെ ഭരിക്കുന്നതായി നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ കഴിയും. യേശു പറഞ്ഞ സമാധാനം അതാണ്. ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സ്വർഗ്ഗസ്ഥനായ ദൈവം നമുക്കത് നൽകിയിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം ഏത് സമയമാണെന്ന് അറിയില്ല, ഏത് രാജ്യമാണെന്ന് അറിയില്ല, ഏത് ഇടത്തിരുന്നാണെന്ന് അറിയില്ല. എന്നാൽ ഇത് കേൾക്കുന്ന സമയം നിങ്ങളുടെ ഉള്ളം നീറി, ഉള്ളം തകർന്ന് വിവിധങ്ങളായ പ്രയാസങ്ങളോടുകൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ വിശ്വസിക്കൂ, സ്വർഗ്ഗസ്ഥനായ ദൈവം നമുക്ക് മതിയായവനാണ്. ആ പ്രയാസത്തിന്റെ മധ്യയും സ്വർഗീയമായ സമാധാനം അവൻ നമുക്കായി പകർന്നു നൽകും. ഈ സമാധാനമാണ് നമുക്ക് മുന്നോട്ട് പോകാനും അവനോട് ചേർന്നിരിക്കുവാനുമുള്ള ആവേശം. ലോകത്ത് എവിടെ ചെന്നാലും ഈ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു തിരിച്ചറിവാണ് ഒരു മനുഷ്യനെ യഥാർത്ഥ ശിഷ്യനായി മാറ്റുന്നത്. ലോകത്ത് ഏത് രാജ്യത്ത്, ഏത് സ്ഥലത്ത്, ഉന്നതമായ ഏത് നിലവാരത്തിൽ ചെന്നാലും ദൈവത്തിന്റെ തിരുസന്നിധിയിലിരുന്ന് ആരാധന കഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന സമാധാനവും സന്തോഷവും ലഭിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഇദ്ദേഹത്തെ ചില തീരുമാനങ്ങളിലേക്ക് നടത്തും. എന്താണ് ആ തീരുമാനം? ആ തീരുമാനം എങ്ങനെയാണ്? എന്റെ ദൈവത്തെ വിട്ട് ഞാൻ ഇനി മാറുകയില്ല. പ്രിയപ്പെട്ടവരെ, യോശുവ പറഞ്ഞത് അതാണ്. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. ഞാനും എന്റെ ദൈവമോ, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ ദൈവത്തെ സേവിക്കും, സ്നേഹിക്കും, അവനോടൊപ്പമായിരിക്കും. പൗലോസ് പറഞ്ഞതും അത് തന്നെ. എന്നെ എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ ഒന്നിനും കഴിയില്ല. ജീവിതത്തില് കഷ്ടപ്പാട് വരുന്നുണ്ട്, സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വേർതിരിക്കാൻ പറ്റില്ല എന്ന് പൗലോസ് പറയാൻ കാരണം? അദ്ദേഹം അനുഭവിച്ച സന്തോഷം,
അദ്ദേഹം അനുഭവിച്ച സമാധാനം, അദ്ദേഹം കണ്ടെത്തിയ ആനന്ദം, ക്രിസ്തു നൽകിയ സമാധാനം ലോകത്ത് ഒരിടത്തുനിന്ന് പോലും ലഭിക്കാത്തതായ ആ ദിവ്യ സമാധാനം, ആ സന്തോഷകരമായ അനുഭവം അതിനോട് ചേർന്ന് നിന്നുകൊണ്ട്, ആ ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ടും ധ്യാനിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പൗലോസ്ലീഹായ്ക്ക് അങ്ങനെ ഒരു ദൃഢമായ തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. മറ്റൊരു ഭാഗമുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നതിൽ ലാഭം. അങ്ങനെ പറയുന്നതിന്റെ സാരം ഇത് തന്നെയാണ്. ഈ ലോകത്തെങ്ങും കിട്ടാത്തൊരു സന്തോഷം അദ്ദേഹത്തിന് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതത്തിൽ ലഭിക്കുകയാണ്. ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ആ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. അതുകൊണ്ട് ദൈവാരാധനയിലേക്ക് വരേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുകയാണ്. ആരാധിക്കുന്നവന് ക്രിസ്തു ബന്ധം ഉണ്ടാകുന്നു, ആരാധിക്കുന്നവന് ക്രിസ്തു സമാധാനം കൊടുക്കുന്നു, സന്തോഷം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാലോ വ്യാജപ്രവാചകന്മാരുടെ പിന്നാലെ പോകുമ്പോൾ അവർ വഴിതെറ്റിച്ച് കളയും, അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും, പക്ഷേ പലപ്പോഴും സമാധാനം ഉണ്ടാകില്ല. എന്നാൽ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ട്, എന്നാൽ തന്നെ സമാധാനമുള്ളതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത കൂടി പറഞ്ഞാല് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാൻ കഴിയുന്നതാണ്. യേശു പറയുകയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടി ആ ദുഷ്ടസൈന്യം വഴിതെറ്റിച്ച് കളയും, എന്നാൽ നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളണം. ഇതാ സർവകാര്യവും ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അതാണ് വാക്ക്, സർവകാര്യവും ഞാൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ചോദ്യം വരാണ്, ദുഷ്ടസൈന്യത്തിന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ, പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ, വീണു പോകാതെ, താളടിയാകാതെ എങ്ങനെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. എങ്ങനെ എനിക്ക് പിശാചിന്റെ കയ്യിൽ അകപ്പെടാതെ ജീവിക്കാൻ കഴിയും? അറിവ് നേടുക എന്നതാണ് അതിന്റെ ഉത്തരം. അറിവ് നേടുക, അറിയുക, ജ്ഞാനമുള്ളവരായി മാറുക, പരിജ്ഞാനമുള്ളവരായി മാറുക. അറിവ്, ജ്ഞാനം, പരിജ്ഞാനം ഇതെല്ലാം ഒരു തലങ്ങളിൽ ഒരുമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവം ഭൂമിയിലേക്ക്, പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കുമായി ഈ ലോകത്ത് ജീവിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ രക്ഷ എങ്ങനെ കിട്ടുമെന്ന് ജീവിതത്തിലൂടെ കാണിച്ചിരിക്കുന്നു. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് യേശുവിന്റെ ഉയർപ്പിലൂടെ മനുഷ്യനെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്ത് പിശാചിന് അടിമപ്പെട്ടു പോകാതെ, ദുഷ്ടസൈന്യത്തിന് അകപ്പെട്ടു പോകാതെ, അന്ധകാരത്തിൽ വീണു പോകാതെ ജീവിക്കുവാനുള്ള സർവ്വ കാര്യങ്ങളും ദൈവം പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് ഉൾക്കൊള്ളുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയണം. എന്താണ് ആ തീരുമാനം? കർത്താവേ, നീ പറഞ്ഞ കാര്യങ്ങൾ അറിയുമ്പോൾ ഞാൻ തെറ്റില്ലല്ലോ. നീ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് ജ്ഞാനമുണ്ടാകുമ്പോൾ ഞാൻ വീഴുകയില്ലല്ലോ. നീ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് അറിവുണ്ടാകുമ്പോൾ ഞാൻ നല്ലത് തിരഞ്ഞെടുക്കുമല്ലോ. അതുകൊണ്ട് ഞാനൊരു പ്രാർത്ഥന ഇങ്ങനെ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവും ദൈവവുമായുള്ളവനെ, ഒരു മനുഷ്യൻ ഈ ലോകത്ത് വിജയകരമായി ജീവിക്കുവാനും മരണാനന്തരം സ്വർഗത്തിലെത്തുവാനും സ്വർഗസ്വനായ ദൈവം മനുഷ്യർക്ക് നൽകിയ സർവാശയങ്ങളും വേദപുസ്തകത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, ആരാധന ഭാഗങ്ങളിൽ നിന്ന് എന്റെ ഉള്ളങ്ങളിൽ അങ്ങ് എഴുതിത്തരണമേ. ഹല്ലേലൂയ. ഒരു സിമ്പിൾ പ്രേയറാണ് ഈ പ്രാർത്ഥന. ദൈവത്തിന് പ്രവേശിക്കുവാനുള്ള വാതിൽ തുറക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. ഞാനിങ്ങനെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോ സ്വർഗസ്വനായ ദൈവത്തിന് എന്റെ ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. എന്താണ് ആ പ്രാർത്ഥന? ഒരിക്കൽ കൂടി പറയാം. കർത്താവേ, ഈ ലോകത്ത് ഒരു മനുഷ്യനിന്റെ മകനായി ജീവിക്കുവാൻ, തെറ്റിപ്പോകാതെ ജീവിക്കുവാൻ, നിന്റെ സമാധാനം അനുഭവിക്കാൻ, കള്ളപ്രവാചകൻ അടിമപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടതായ സകല ഉപദേശവും നീ തന്നിട്ടുണ്ടല്ലോ. ആ ഉപദേശങ്ങൾ എന്റെ ഉള്ളിൽ പകർന്നു നൽകണമേ. ജ്ഞാനമായി, പരിജ്ഞാനമായി, അറിവായി, വചനത്തിന്റെ പഠനമായി, വേദപുസ്തകത്തിന്റെ ധ്യാനമായി, വചനത്തിന്റെ കൂട്ടായ്മകളായി, എന്റെ കർത്താവും രക്ഷിതാവുമായുള്ളവേ എന്റെ ഉള്ളിൽ നീ എഴുതണമേ. അങ്ങനെ എഴുതിയാൽ ആ
കാര്യങ്ങൾ ധ്യാനിച്ചാൽ ആർക്കും നമ്മെ തെറ്റിച്ചു കളയാനായിട്ട് കഴിയുകയില്ല. ഒരു മനുഷ്യൻ തെറ്റിപ്പോകുന്നത് ഈ ദൈവം പറഞ്ഞ കാര്യങ്ങളിലുള്ള അറിവ് കുറയുമ്പോഴാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങളിലുള്ള അറിവ് നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും? പ്രാർത്ഥനയിലൂടെ, വചന വായനയിലൂടെ ഒക്കെ വർദ്ധിപ്പിച്ചു കിട്ടുകയാണ്. എല്ലാ ദിവസവും തമ്പുരാന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ആ ദൈവബന്ധത്തിലുള്ള, ആ സാന്നിധ്യത്തിലുള്ള അറിവ് അത് വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ടാണ് മനുഷ്യരുടെ ജീവിതം ഓരോ ദിവസവും കഴിയും തോറും രൂപാന്തരപ്പെട്ട് വരുന്നത്. നിങ്ങൾ യേശുവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ എന്നെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതി മാറാൻ തുടങ്ങും. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ ഇവയെല്ലാം മാറാനായിട്ട് തുടങ്ങും. എല്ലാം രൂപാന്തരപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധ്യമാകും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങൾക്ക് വഴിതെറ്റിപ്പോകാതെ ജീവിക്കാൻ കഴിയും. സമാധാനമുള്ളൊരു ജീവിതം ലഭിക്കും, സന്തോഷമുള്ളൊരു ജീവിതം ലഭിക്കും, ആനന്ദമുള്ളൊരു ജീവിതം ലഭിക്കും. സ്വർഗം നിങ്ങൾക്ക് അടുത്തതായിരിക്കും. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ശരിയായ ഇടമേതാണെന്ന് മനസ്സിലാകും. വിശുദ്ധ ബന്ധം ഉണ്ടാകും. തകരാത്ത ഒരു ആത്മീയ ജീവിതത്തിന് ഉടമയായി മാറുവാനായിട്ട് കഴിയും. ഇപ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ആകാശത്ത് വരുന്ന മാറ്റങ്ങൾ, ഭൂമിയിൽ വരുന്ന മാറ്റങ്ങൾ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ചിന്തകൾ, അല്ലെങ്കിൽ മരണം വഴിയായി ഞാൻ മാറ്റപ്പെടാൻ പോകുന്ന രംഗത്തെ കുറിച്ചുള്ള ധ്യാനങ്ങൾ, ഇതെല്ലാം എന്നെ ഭരിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് ഞാൻ ദൈവവിഷയമായി സമ്പന്നനാകണമെന്ന് തമ്പുരാൻ പറഞ്ഞത്. ദൈവവിഷയമായി സമ്പന്നനാകുന്നവൻ ഈ തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളിൽ ശേഖരിച്ചു വെച്ചവനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായ തലമെന്നും ആരാധനയുടെ പൂർത്തീകരിക്കപ്പെട്ട തലമെന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്നിലാകുന്നത്. യേശു ക്രിസ്തു ഞാനും എത്രത്തോളം അളവിന്റെ വർധനയിൽ ഒന്നിച്ചു ചേരാമോ അത്രത്തോളം തമ്പുരാനെ പറ്റി അമ്മയിൽ യേശു ക്രിസ്തു എത്രത്തോളം ചേർന്നു, വിശുദ്ധരിൽ യേശു ക്രിസ്തു എത്രത്തോളം ചേർന്നു, അതുപോലെ തമ്പുരാൻ എന്നിൽ ചേരുക. തമ്പുരാൻ എന്റെ ഉള്ളിലാകുന്നത് ഞാൻ ക്ഷണിക്കുമ്പോഴാണ്, വചനത്തിലൂടെയാണ്. ആ വചനം എന്റെ കാതുകളിലൂടെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ഉള്ളിലുണ്ടാകുന്നു. കർത്താവിന്റെ വചനം എന്റെ ഉള്ളിലുണ്ടാകുന്നു. കർത്താവിന്റെ കൃപ എന്റെ ഉള്ളിലാകുന്നു. ദൈവസ്നേഹം കൊണ്ട്, ദൈവത്തിന്റെ വെളിച്ചം കൊണ്ട് എന്റെ ഹൃദയം ഇങ്ങനെ നിറഞ്ഞ് പ്രകാശിതമാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ യേശുവിന്റെ സ്നേഹം അറിയും. അവന്റെ സാന്നിധ്യം എനിക്ക് കോൺഫിഡൻസ് നൽകും. എന്റെ പ്രയാസങ്ങളിൽ ആശ്വാസം കിട്ടും. മല പോലെയുള്ള പ്രയാസങ്ങൾ മുമ്പിലുണ്ട്, പക്ഷെ അതിനെല്ലാം ചാടിക്കടക്കാനുള്ള വീര്യം ഉള്ളങ്ങളിൽ നിറയപ്പെടും. എന്താണ് കാര്യം? ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിന്റെ സമ്പത്ത്, ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. കൂട്ടായ്മയിലൂടെ, വചനധ്യാനത്തിലൂടെ ദൈവവുമായി അഭേദ്യമായ ഒരു ബന്ധത്തിൽ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരുന്ന രംഗം എത്ര സുന്ദരമാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ദൈവമക്കളെ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ ദൈവം തമ്പുരാൻ അഡ്രസ് ചെയ്യാൻ തുടങ്ങും. ദൈവം അത് ഏറ്റെടുക്കാൻ തുടങ്ങും. നിങ്ങളുടെ പ്രയാസങ്ങളിൽ അവൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒരു വിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ നാളുകൾ ബാവായുടെ ഓർമ്മ പെരുന്നാളിന്റെ ദിവസങ്ങളോട് ചേർന്നിരുന്നു കൊണ്ട് വചനം പ്രസംഗിക്കപ്പെടുന്നു, അല്ലേ? അതുകൊണ്ട് ഓർക്കണം, യേശു കർത്താവിനെ ഇത്ര കണ്ട് സ്നേഹിക്കുകയും കർത്താവിനെ സ്വീകരിക്കുകയും വിശുദ്ധ ജീവിതം കൊണ്ട് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത പരിശുദ്ധന്റെ ഓർമ്മ പെരുന്നാൾ ദിനങ്ങളിൽ ധ്യാനാത്മകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്: നീയും ക്രിസ്തുവിൽ വളരുക, ക്രിസ്തുവിൽ വളരുക. അവൻ പറഞ്ഞ ആശയങ്ങൾ ഒന്നുപോലും വിട്ടുപോകാതെ ഉള്ളങ്ങളിൽ സ്വീകരിച്ച് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി, അല്ലെങ്കിൽ മരണാനന്തരം എനിക്കൊരു സ്വർഗരാജ്യമുണ്ട്, സ്വർഗത്തിൽ വസിക്കുവാൻ വേണ്ടി എനിക്ക് ഒരു സമർപ്പണ ജീവിതം ആവശ്യമാണ്. സ്വർഗസ്വനായ ദൈവം നമ്മുടെ അരികെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നും പറയുന്ന ചിന്ത തന്നെയാണ്. ഒരിക്കൽ കൂടി പറയാം, ഒരു മനുഷ്യ ജീവിതത്തില് ഇരുട്ട് മാറുവാൻ, പ്രയാസം മാറുവാൻ, ബന്ധനം അഴിയുവാൻ, കെട്ടുകൾ മാറുവാൻ, അഴിഞ്ഞു പോകുവാൻ, പ്രിയപ്പെട്ടവരെ, ഒരു വഴി മാത്രമേ ഉള്ളൂ: യേശു ക്രിസ്തു ജീവിതത്തിൽ വെളിപ്പെട്ട് വരിക. യേശു ക്രിസ്തു വെളിപ്പെട്ട് വരിക. ഒരു പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? കർത്താവേ, തമ്പുരാനെ പറ്റി അമ്മയിൽ
സ്ലീഹന്മാരിൽ പരിശുദ്ധനായ ബോസ്സോലിയോസ് എൽദോ ബാവായില് ഈ സകല ശുദ്ധിമാന്മാരിലും നീ എത്രത്തോളം വ്യാപരിച്ചു. ആ കൃപയുടെ വലിപ്പത്തിൽ എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ ജോലിയിടത്തിൽ, എന്റെ സങ്കട മേഖലകളിലെല്ലാം വ്യാപരിച്ച് എനിക്കൊരു ഉയർച്ചയും എനിക്കൊരു ഉന്നതിയും സമാധാനവും സന്തോഷവും തരണമേ. തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കുന്നവരായ ഓരോരുത്തരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ദൈവം നമ്മെ തൊടട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് നന്ദി പറയുന്നു. അങ്ങയിൽ വളരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അങ്ങ് എഴുതണമേ. ഞങ്ങളെ ദൈവം വിശുദ്ധീകരിക്കണമേ. ഇന്നിത് കേൾക്കാൻ പോകുന്ന ഓരോരുത്തരെയും തമ്പുരാൻ വാഴ്ത്തണമേ. അവരുടെ ജീവിതത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാനും യേശു സമ്പത്തായി വരാനും കർത്താവിന്റെ വിഷയങ്ങൾ ദൈവ വിഷയത്തിൽ സമ്പന്നരായി മാറാനും വിശുദ്ധിയെ ധരിക്കാനും ദൈവകൂട്ടായ്മയ്ക്ക് ഓഹരിക്കാരാകുവാനും കർത്താവേ അങ്ങ് പഠിപ്പിച്ചതായ വചനങ്ങള്, വാക്കുകള് എല്ലാം ഒന്നും വിട്ടുമാറാതെ, ഒന്നും ഉപേക്ഷിക്കാതെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അനുസരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഈ സമയത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ആത്മാവിൽ വലിയ ബലം നൽകണമേ, ഉണർവ് തരണമേ, പാപം ക്ഷമിച്ചു തരണമേ. അത്ഭുതകരമായ ദൈവം തൊടണമേ, അന്ധകാരത്തെ മാറ്റണമേ, അത്ഭുത പ്രകാശം ഞങ്ങളിൽ ഉദിപ്പിക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സകലതും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി, കർത്താവിന് മഹത്വം. തമ്പുരാനെ, സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ പ്രയാസങ്ങൾ, കേസുകൾ മാറുവാൻ, അഭിഷേകങ്ങൾ ഈ ഇടങ്ങളിലേക്ക് വ്യാപരിപ്പാൻ, ദൈവമേ സകലയിടങ്ങളിലും ശോഭിതമാകുവാൻ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഈ ഇടത്തേക്കായി തങ്ങളുടെ അധ്വാനങ്ങളെ സമർപ്പിച്ച, ഓഫറിംഗ് ഏൽപ്പിച്ചു കൊടുത്ത സകല മക്കളെയും അവരുടെ എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ച് അടിയങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ചൈതന്യം കൊണ്ട് ആ പ്രിയപ്പെട്ടവരെല്ലാം നിറച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ഓരോ ദിവസവും വചനം പഠിച്ച് ക്രിസ്തുബന്ധത്തിൽ ബലപ്പെട്ട് ആത്മീയ ജീവിതത്തിൽ പ്രബലപ്പെട്ട് ഞങ്ങളുടെ കുടുംബ ജീവിതവും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളും അനുഗ്രഹമാകുവാൻ കർത്താവിന്റെ തിരുസന്നിധിയില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഓരോ മക്കളുടെയും ദൈവമേ നിയോഗങ്ങളും ആവശ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം യേശുവിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തുതി. ദൈവമേ, എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന വിശ്വാസത്തോടെ ഈ യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് ഈ പ്രാർത്ഥന ഇടത്തിൽ പങ്കുചേരുമ്പോൾ കർത്താവ് എന്റെ പ്രയാസങ്ങൾ ഒപ്പിയെടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഇത് ഓൺ ചെയ്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ വിനയത്തോടെ സമർപ്പിക്കുന്നു. ഉള്ളം നീറിക്കൊണ്ട് തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ രോഗികളായിരുന്നുകൊണ്ട് തകർന്ന് നിലവിളിച്ച് ഭാരപ്പെട്ട് കരഞ്ഞ് എല്ലാം തകർക്കപ്പെട്ട് രോഗികളായി ഭാരം നിറഞ്ഞ് അശുദ്ധിയുടെ നടുവിലായി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജോലി മേഖലകളെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആരോഗ്യത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ ദൈവം വാഴ്ത്തണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മീക ശുശ്രൂഷകൾ കൂടുതൽ അനുഗ്രഹമാക്കണമേ. വചനത്തിന്റെ തീക്ഷ്ണതയേറിയ തലങ്ങൾ, തീവ്രതയേറിയ അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിന്റെ കരം ഞങ്ങളുടെ മേൽ നീട്ടപ്പെടണമേ. ഞങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങൾ രൂപാന്തരപ്പെടണമേ. ഞങ്ങൾ പുതിയ മനുഷ്യനായി തീരണമേ. കർത്താവ് വസിക്കുന്ന ആലയമായി മാറണമേ. പാപമേറ്റു പറഞ്ഞവരായി മാറണമേ. വിശുദ്ധിയെ സ്വീകരിച്ചവരായി മാറണമേ. അനന്തകൃപ കൊണ്ട് നിറഞ്ഞവരായി മാറണമേ. ഈ സമയം ഞങ്ങളുടെ ഹൃദയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പകരുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അങ്ങയുടെ സന്നിധിയല്ലാതെ മറ്റൊരിടമില്ലല്ലോ. ജീസസ്, യേശുവിന്റെ വലിയ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. ദൈവസ്നേഹം കൊണ്ട്, ദൈവത്തിന്റെ കൃപ കൊണ്ട്, പരിശുദ്ധ അഭിഷേകം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റി സകല വഴികളിലും അനുഗ്രഹിക്കുന്നു പറയുന്നു. പിതാവായ ദൈവമേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ നിറവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മൗഢ്യവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയമേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയില് ഓഫറിംഗ് സമർപ്പിച്ചവരായ ഓരോ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ അധ്വാനവും പരിശ്രമവും അതിൻ്റെ ഒരു ഓഹരി ഈ ഇടത്തേക്ക് ചേർത്ത് വെക്കുന്നു. അപ്രകാരം ഇത് നടത്തപ്പെടുന്നു. അവരെ ഓർത്ത് അവരുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഏത് സമയത്താണോ ഓൺ ചെയ്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് അവരോടെല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും മുന്നേ കൂട്ടി അറിയിക്കുന്നു. ഇക്കാലത്തും ദൈവത്തിന്റെ കൃപയിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.